നിയന്ത്രണം വിട്ട റോഡ് റോളർ അപകടം വരുത്തുന്നത് നമ്മൾ മുൻപേ കണ്ടിട്ടുണ്ട് സിനിമയിൽ. എന്നാൽ പത്തനംതിട്ട വാര്യാപുരത്ത് ഇന്ന് ഇതുപോലൊരു അപകടമുണ്ടായി. നിയന്ത്രണം നഷ്ടപ്പെട്ട റോഡ് റോളർ സ്കൂട്ടറിൽ ഇടിച്ച ശേഷം കടയിലേക്ക് പാഞ്ഞു കയറി. സംഭവ സ്ഥലത്ത് നിന്ന് CK അഭിലാൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പത്തനംതിട്ട തിരുവല്ല പാതയിൽ പത്തനംതിട്ടയിൽ നിന്നും 4 കിലോമീറ്റർ മാറി വാര്യാപുരത്തിന് അടുത്താണ് അപകടമുണ്ടാകുന്നത്. കൃത്യം ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് സംഭവം. എസ് വളവും ഇറക്കവുമുള്ള ഭാഗമാണ്. ഇലന്തൂർ ഭാഗത്തു നിന്നും പത്തനംതിട്ട ഭാഗത്തേക്ക് വന്ന റോഡ് റോളർ നിയന്ത്രണം വിട്ട് എതിർദിശയിൽ വന്ന സ്കൂട്ടറിൽ ഇടിക്കുകയും ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടർ യാത്രക്കാരൻ തെറിച്ചു വീഴുകയുമാണ് ഉണ്ടായത്. തുടർന്ന് റോഡ് റോളർ റോഡിന് എതിർദിശയിൽ പ്രവർത്തിച്ചിരുന്ന AM ട്രേഡേഴ്സ് എന്ന സ്ഥാപനത്തിന് സൈഡിലേക്ക് ഇടിച്ചു കയറുകയുണ്ടായത്. സ്ഥാപനത്തിന്റെ സൈൻ ബോർഡ് അടർന്നു വീണിട്ടുണ്ട്. ഇവിടെ സാധനം വാങ്ങാൻ എത്തിയ ഒരു ആളുടെ വാഹനം കാറ് റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരുന്നു. അതിന്റെ മുൻവശത്തു കൂടി ഇടിച്ച ശേഷമാണ് റോഡ് റോളർ ഇവിടെ നിന്നത്. ഞാൻ കടയ്ക്കുള്ളിൽ പുറത്തായിരുന്നു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഈ റോളർ അതിൻ്റെ ഫ്രണ്ടിൽ സ്കൂട്ടറും എന്നിട്ട് ഇടിച്ച് തെറിപ്പിച്ചിട്ട് ഉരുണ്ടുകൊണ്ടാണ് സ്കൂട്ടുകാരൻ ഇവിടെ വന്ന് കിടന്നത്. പരിക്കേറ്റ ആളുടെ അവസ്ഥ എന്ന് പറയുമ്പം തലയിൽ കൂടെ ഒക്കെ ബ്ലഡ് വരുന്നുണ്ടായിരുന്നു, കാൽ മുട്ട് വഴി ബ്ലഡ് വരുന്നുണ്ടായിരുന്നു, നടക്കാനും പറ്റത്തില്ലായിരുന്നു. ഈ റോളർ ഓടിച്ച ആൾക്കും നടക്കാൻ പറ്റത്തില്ലായിരുന്നു. ആളുടെ കാലെവിടെ പോയി ഇടിച്ച്. പത്തനംതിട്ടയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരൻ ഇലന്തൂർ സ്വദേശി 48-കാരൻ മനീഷാണ് ഇരുചക്ര വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇദ്ദേഹത്തിന്റെ തലയ്ക്കടക്കം സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇദ്ദേഹത്തെ നാട്ടുകാരും പോലീസും ചേർന്ന് കോഴഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കുറ്റിക്കാട്ടിൽ കൺസ്ട്രക്ഷൻ എന്ന സ്ഥാപനത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ നിയന്ത്രണം വിട്ട് അപകടത്തിന് ഇടയാക്കിയ റോഡ് റോളർ. ക്യാമറമാൻ സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.